بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ നാട്ടുകാരെ, സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അന്യോന്യം മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഈ ജംഗ്ഷനിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ശിർക്ക് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ശിർക്ക് എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഈ സമയത്ത് ഇവിടെ വിശദീകരിക്കേണ്ടി വന്നതിന്റെ ആവശ്യകത
എന്നെക്കാൾ കൂടുതൽ അറിയുന്നവരാണ് ഇവിടെയുള്ള ശ്രോതാക്കൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമൊക്കെ വളരെ നന്നായി അറിയുന്ന ആളുകളാണ് ഇവിടെയുള്ളവർ. പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തമായ പ്രവർത്തനങ്ങൾ എവിടെ നടക്കുന്നുവോ ആ പ്രദേശങ്ങളിലേക്ക് ജമാഅത്തിന്റെ പ്രവർത്തന ഫലമായി ആ സമൂഹത്തിലുണ്ടാകുന്ന ചിന്താമരവിപ്പ് ഉണ്ടാക്കി തീർക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി വളരെ ശക്തമായി ശ്രമിച്ചിട്ടുള്ള ഒരു പ്രദേശവുമാണ് ഇത് എന്ന് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പും പലതവണ ഈ ജംഗ്ഷനിൽ വെച്ചും ഇതിനടുത്തുള്ള പ്രദേശങ്ങളിൽ വെച്ചൊക്കെ ചില കാര്യങ്ങൾ സംസാരിക്കുവാനും ചില വിഷയങ്ങൾ അവതരിപ്പിക്കുവാനും ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് പലപ്പോഴും ഇസ്ലാഹി പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഇതുപോലുള്ള പ്രദേശങ്ങളിൽ നടക്കുമ്പോൾ കുൽസിതമായി നടത്തുന്ന ചില കുശുകുശുപ്പുകളും അതുപോലെ തന്നെ ചില കുപ്രചരണങ്ങളുമൊക്കെ അനുഭവിക്കാനും കേൾക്കുവാനും സാധിച്ചിട്ടുള്ള എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടന ഒരു സമൂഹത്തിലുണ്ടാക്കുന്ന ധാരണപ്പിശകുകൾ എത്രമാത്രം ശക്തമാണ് എന്നത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു ഇസ്ലാഹി പ്രഭാഷണം സംഘടിപ്പിക്കുമ്പോൾ ഉടൻ തന്നെ ആ പ്രഭാഷണത്തെ സംബന്ധിച്ചും ഇസ്ലാഹി പ്രവർത്തകരെ സംബന്ധിച്ചും ഇവർ ഐക്യമില്ലാത്തവരാണ്, ഐക്യത്തിനെതിരായ ആളുകളാണ്, ഇവർ കേവലം വിമർശനത്തിന്റെ ആളുകളാണ്, വിമർശിക്കാനല്ലാതെ മറ്റൊന്നും ഇവർക്കറിയില്ല. ഈ നിലക്ക് വളരെ ശക്തമായ കുപ്രചരണങ്ങൾ ആളുകൾക്കിടയിൽ അഴിച്ചുവിട്ടുകൊണ്ടാണ് ഇസ്ലാഹി സംരംഭങ്ങളെയും പ്രഭാഷണങ്ങളെയും ഒക്കെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി ഈ സമൂഹത്തിൽ പരിവർത്തനമുണ്ടാക്കുവാനും ചിന്താപരമായും വിദ്യാഭ്യാസപരമായും മതപരമായും സമൂഹത്തെ സമുദ്ധരിക്കുവാനും വളരെ ശക്തമായ നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നേരെ മറിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഭൗതികമായ താൽപര്യങ്ങളുടെയും ഭൗതികമായ മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ നോക്കിക്കാണുന്ന ആളുകൾക്ക് ഇതൊരു അനൈക്യത്തിന്റെ ശബ്ദമായി, ഛിദ്രതയുടെ ശബ്ദമായി അനുഭവപ്പെട്ടേക്കാം. ആത്യന്തികമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവല ഭൗതികമായ വിജയങ്ങളെക്കാളെല്ലാം ഉപരിയായി മനുഷ്യന്റെ പാരത്രിക ലോക ജീവിതത്തിലെ വിജയം ഉറപ്പാക്കുന്ന നിലക്കുള്ള പ്രവർത്തനമാണ് ഇസ്ലാഹി പ്രവർത്തകർ കാഴ്ചവെക്കാറുള്ളത്. അതിന്റെ അർത്ഥം ഈ ദുനിയാവിലെയും ഭൗതികമായ ജീവിത സാഹചര്യങ്ങളെയും ഇസ്ലാഹി പ്രസ്ഥാനം മുഖവിലെടുക്കുന്നില്ല എന്നതല്ല. നേരെ മറിച്ച് ആത്യന്തികമായി ഈ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം, അതിന്റെ ലക്ഷ്യം പാരത്രിക മോക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അനൈക്യത്തിനു വേണ്ടി, ഛിദ്രതയുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല മുജാഹിദ് പ്രസ്ഥാനം. ആമുഖമായി ഇങ്ങനെ ഒരു വിശദീകരണം നൽകേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, തിന്മകൾക്കെതിരെ, ദുർവ്യാഖ്യാനങ്ങൾക്കെതിരെ, അസത്യവാദങ്ങൾക്കെതിരെ, പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്നതുകൊണ്ട് അസത്യവാദികൾക്കും അസന്മാർഗത്തിന്റെ വാഗ്ദാക്കൾക്കും ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും വാഗ്ദാക്കൾക്കും ഇസ്ലാഹിന്റെയും ഇസ്ലാഹി പ്രവർത്തകരുടെയും ശബ്ദം വളരെയധികം അരോചകമാണ്. അതുകൊണ്ട് തന്നെ അത് പരമാവധി ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാനും ജനങ്ങളെ കേൾപ്പിക്കാതിരിക്കുവാനും വേണ്ടി തന്ത്രപൂർവം നടത്തുന്ന കുപ്രചരണമാണ്. ഇവർ അനൈക്യത്തിന്റെ ആളുകളാണ്, വിമർശകർ മാത്രമാണ് എന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ കാര്യം, കേരള സമൂഹത്തിൽ
ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ആരംഭം കുറിച്ചത് തന്നെ ഈ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഐക്യത്തിനും കെട്ടുറപ്പിനും വേണ്ടിയാണ്. പല വിഭാഗങ്ങളായി ഭിന്നിച്ചു നിന്നിരുന്ന സമുദായം തരീക്കത്തുകളുടെ പേരിൽ, മദ്ഹബി പക്ഷപാതിത്വങ്ങളുടെ പേരിൽ, ഗോത്ര മഹിമകളുടെ പേരിൽ, ജാതീയതയുടെ പേരിൽ പല വിഭാഗങ്ങളായും തട്ടുകളായും നിലകൊണ്ടിരുന്ന ഈ ഉമ്മത്തിനെ ആത്യന്തികമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോവുകയും അവരെ യഥാർത്ഥമായ ഐക്യത്തിന്റെ വാഗ്ദാക്കളാക്കി തീർക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചത്. ആ ഒരു പ്രവർത്തനത്തിനിടയിൽ തിന്മകൾക്കെതിരെ ശക്തമായി തന്നെ ശബ്ദിക്കേണ്ടി വന്നിട്ടുണ്ട്. ശിർക്കുകൾക്കെതിരെ, ബിദ്അത്തുകൾക്കെതിരെ, നയ പിഴവുകൾക്കെതിരെ, അസന്മാർഗിക പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തിക്കേണ്ടി വന്നപ്പോൾ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും നയവൈകല്യങ്ങളുടെയും വാഗ്ദാക്കൾക്ക് ഇസ്ലാഹി പ്രസ്ഥാനം ശത്രുവായി മാറി എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന സത്യാന്വേഷികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സമാകരുത് എന്ന് ആമുഖമായി തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. യാതൊരുവിധ വളച്ചുകെട്ടിലുമില്ലാതെ നേർക്കുനേരെ പ്രമാണബദ്ധമായി തെളിവുകളുടെ പിൻബലത്തോടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന, ആ സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുകയും അതുവഴി ഈ സമുദായത്തിനുണ്ടായ ഉദ്വാന പദവികളും അതുപോലെ തന്നെ വലിയ വലിയ വിജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഈ സമൂഹത്തിനും സമുദായത്തിനും ഉണ്ടാക്കിയിട്ടുള്ള ദ്രോഹകരമായ കാര്യം എന്താ? അവർക്ക് സംഭവിച്ചിട്ടുള്ള നയ വൈകല്യങ്ങൾ എന്തൊക്കെയാണ്? അറിയാതെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ചിന്തിക്കുവാനും ആലോചിക്കുവാനും തെളിവുകൾ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാൻ മാത്രമാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലഘട്ടത്തിലായി സജീവമായി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ചില പൊയ്മുഖങ്ങളുമായി രംഗത്തു വന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ യഥാർത്ഥമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറച്ചുപിടിച്ചുകൊണ്ട് ചില പൊയ്മുഖങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നാടിനും സമൂഹത്തിനും വേണ്ടി, സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് വാദിച്ചുകൊണ്ട് ഭൗതികമായ ചില പ്രശ്നങ്ങളിൽ, ചില പരിസ്ഥിതി പ്രശ്നങ്ങളിലൊക്കെ ശക്തമായി ഇടപെട്ടുകൊണ്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ ഏറ്റവും അത്യുന്നതമായ മാതൃകകളാണ് ഞങ്ങളെന്ന് വാദിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുമ്പോൾ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥമായ നിറം? അണിയറക്ക് പിന്നിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അവസ്ഥ എന്താണ് എന്നാണ് ഈ സമയത്ത് ചില തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഉണ്ടായ സന്ദർഭം, ആ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ചത് നിലവിലുള്ള മതേതര ജനാധിപത്യം ഇസ്ലാമിക വിരുദ്ധമാണ്, ദീനിന് വിരുദ്ധമാണ്. ആ ദീനിന് വിരുദ്ധമായ വ്യവസ്ഥയെ താങ്ങുവാനോ പിന്തുണക്കുവാനോ അതിനോട് കൂറ് പ്രഖ്യാപിക്കുവാനോ നമുക്ക് പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യം നമ്മുടെ മുന്നിൽ നിരത്തിവെക്കുന്ന സർവമാന നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും തള്ളിക്കളയുകയും പരിപൂർണമായി അതിനോട് നീരസം പ്രകടിപ്പിക്കുകയും നിലവിലുള്ള ഭരണം മാറ്റിക്കൊണ്ട് ഒരു ഇസ്ലാമിക ഭരണം ഇവിടെ ഉണ്ടാക്കി തീർക്കുകയും വേണം എന്ന് വാദിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നിലവിൽ വന്നത്. ലോകത്തുള്ള സാമൂഹ്യ ദൂഷ്യങ്ങളുടെ അടിസ്ഥാനപരമായ കാരണമായി ജമാഅത്തെ ഇസ്ലാമി കണ്ടത് ഭരണദൂഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഭരണം മാറുകയും ആ ഭരണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും മനുഷ്യന് അതീതമായ നിലക്ക്
നിർണയിക്കപ്പെടുന്ന നിർദ്ദേശിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം എന്നൊക്കെ വാദിച്ചുകൊണ്ട് കേൾക്കുമ്പോൾ നല്ലതാണ് എന്ന് തോന്നിപ്പിക്കുന്ന കുറെ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ അത്തരത്തിലൊരു വാദത്തിലേക്ക് പ്രേരിപ്പിച്ചത് നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബുൽ അഅ്ല മൗദൂദി സാഹിബ് അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഉടലെടുത്ത ചില കാര്യങ്ങളാണ്. മൗദൂദി സാഹിബ് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച ചില അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങൾ മാത്രമല്ല, അതിനു പുറമെ സ്വന്തമായ ചില താല്പര്യങ്ങളും തന്റെ മുന്നിലുള്ള കുറെ കാഴ്ചപ്പാടുകളും തനിക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കുറെ കാര്യങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ പേര് ചേർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. തന്റെ കാഴ്ചപ്പാടും തന്റെ ചിന്താഗതികളുമൊക്കെ ദീനിന്റെ അടിസ്ഥാനമാണ്, കാതലാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബുൽ അഅ്ല മൗദൂദി സാഹിബ് രംഗത്ത് വന്നു. തന്റെ വാദങ്ങൾ സമർത്ഥിക്കുവാൻ അദ്ദേഹം അനവധി പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകങ്ങളിലൂടെ ഒരു മതരാഷ്ട്രവാദമാണ് മൗദൂദി സാഹിബ് സമൂഹത്തോട് പ്രഖ്യാപിച്ചത്. മതാധിഷ്ഠിതമായ ഭരണം, ആ ഭരണം വേണമെന്ന് മൗദൂദി സാഹിബ് ആദ്യമായി പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ സത്യസന്ധമാണ് എങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാം. തന്റെ കാഴ്ചപ്പാടുകളും തന്റെ ചിന്താഗതികളും ആത്മാർത്ഥമായിട്ടാണ് അബുൽ അഅ്ല മൗദൂദി സാഹിബ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ ശരിയായ വശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യാമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മൗദൂദി സാഹിബിന്റെ ചിന്താഗതികൾ പരിപൂർണമായും അബദ്ധജടിലവും എന്നാൽ സമൂഹത്തിന്റെ മുന്നിൽ തങ്ങൾ സ്വീകരിക്കൽ നിർബന്ധമായ അനിവാര്യമായ ഒന്നാണത് എന്ന നിലക്ക് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നത് ദുഃഖകരമായ വസ്തുതയാണ്. എന്ന് മാത്രമല്ല, മൗദൂദി സാഹിബ് സ്വന്തം ചിന്താഗതികളും സ്വന്തം വീക്ഷണങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങളെയും ഇസ്ലാമിന്റെ സാങ്കേതിക ശബ്ദങ്ങളെയും വളരെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചതാണ് പിന്നെ നാം കാണുന്നത്. നമുക്കറിയാം, ഇസ്ലാമിലെ അടിസ്ഥാനപരമായ 4 വാക്കുകൾ. ഒന്ന് ഇലാഹ് എന്ന വാക്ക്, 2 റബ്ബ് എന്ന വാക്ക്, 3 ഇബാദത്ത് എന്ന വാക്ക്, 4 ദീൻ എന്ന വാക്ക്. ഈ 4 വാക്കുകളെ മൗദൂദി സാഹിബ് സ്വന്തം മസ്തിഷ്കത്തിലിട്ട് വരട്ടുകയും അതിലൂടെ സ്വന്തമായ ചില കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഈ വാക്കുകളെ വിശദീകരിക്കുകയും ചെയ്തു. ആ രൂപത്തിൽ അദ്ദേഹം ഒരു പുസ്തകം തന്നെ തയ്യാറാക്കി പുറത്തുവിട്ടു. ലോകത്ത് വ്യത്യസ്ത ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെ അവകാശപ്പെടാറുള്ള ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണത്. ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ എന്ന 4 സാങ്കേതിക ശബ്ദങ്ങളെ മൗദൂദി സാഹിബ് പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയാണുണ്ടായത്. ആ കാര്യം വളരെ വ്യക്തമായി ഈ പുസ്തകത്തിന്റെ പ്രസാധക കുറിപ്പിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചയമില്ലാത്ത വാക്കുകളല്ല റബ്ബ് എന്ന വാക്ക്, ഇലാഹ് എന്ന വാക്ക്, ഇബാദത്ത് എന്ന വാക്ക്, അതുപോലെ ദീൻ എന്ന വാക്ക്. മുസ്ലിം സമുദായത്തിലെ അങ്ങേയറ്റം അറിവ് കുറഞ്ഞ ആളുകൾക്ക് പോലും ഈ 4 വാക്കുകളെ സംബന്ധിച്ചറിയാം. ആ 4 വാക്കുകൾ അവർ മനഃപ്പാടമാക്കിയതാണ്. പക്ഷേ മൗദൂദി സാഹിബ് മുസ്ലിം സമൂഹം അതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ നിലക്ക് ഈ വാക്കുകൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി. അതിനെ സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നത് നോക്കൂ. അറബി ഭാഷാ നിഘണ്ടുക്കളിലും ഹദീസ് തഫ്സീർ ഗ്രന്ഥങ്ങളിലും പ്രസ്തുത ശബ്ദങ്ങളുടെ ആശയങ്ങൾ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അവയെ ഒരു പ്രത്യേക രീതിയിൽ തെരഞ്ഞെടുത്ത് സൂക്ഷ്മ വിശകലനങ്ങളോടെ ക്രോഡീകരിച്ചയാൾ യശശരീരനായ സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയാണെന്ന് പറയാം എന്നാണ് ഈ പുസ്തകത്തിന്റെ അവതാരികയിൽ തന്നെ എഴുതി ചേർത്തിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മർമ്മപ്രധാനമായ ഒരു കാര്യം, മൗദൂദി സാഹിബ്
വരുന്നതിന് മുമ്പ് റബ്ബ്, ദീന്, ഇബാദത്ത്, ഇലാഹ് എന്ന ഇസ്ലാമിലെ അടിസ്ഥാനപരമായ 4 സാങ്കേതിക ശബ്ദങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ വിശദീകരിച്ചു, പ്രവാചകന്റെ ഹദീസിൽ വിശദീകരിച്ചു, അറബി ഭാഷാ നിഘണ്ടുക്കളിൽ വിശദീകരിച്ചു, അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചു. ആ വിശദീകരണങ്ങൾക്കപ്പുറമായി ഒരു പ്രത്യേക രൂപത്തിൽ അതിനെ ക്രോഡീകരിച്ചു കൊണ്ടുവന്നയാൾ മരിച്ചുപോയ സയ്യിദ് അബുൽ അഅ്ല മൗദൂദി സാഹിബാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്ന പ്രസാധകരെ സംബന്ധിച്ചിടത്തോളം അബുൽ അഅ്ല മൗദൂദി സാഹിബ് വരുന്നതിന് മുമ്പ് വിശ്വാസി സമൂഹം അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പരിപൂർണമായി ഉൾക്കൊള്ളുന്ന അടിസ്ഥാനപരമായി ഈ 4 സാങ്കേതിക ശബ്ദങ്ങളുടെ അർത്ഥവും ആശയവും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നാണ് ഈ പുസ്തകത്തിൽ ആദ്യമായി തന്നെ സമർത്ഥിക്കപ്പെട്ടത്. ഇവിടെ നാം മനസ്സിലാക്കണം, മൗദൂദി സാഹിബ് തന്നെ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായ കാര്യം പറയുന്നുണ്ട്. 4 സാങ്കേതിക ശബ്ദങ്ങളുണ്ടല്ലോ, ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ. ഈ 4 സാങ്കേതിക ശബ്ദങ്ങളെ സംബന്ധിച്ച് മൗദൂദി സാഹിബ് തന്നെ പറയുന്നു. നോക്കൂ, അറേബ്യയിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ച കാലത്ത് ഇലാഹിന്റെ അർത്ഥമെന്തെന്നും റബ്ബ് എന്ന് ആർക്കാണ് പറയുകയെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം ഈ 2 പദങ്ങളും അവരുടെ സംഭാഷണത്തിൽ മുമ്പ് മുതലേ പ്രയോഗിക്കപ്പെട്ടിരുന്നു. ഏതാശയത്തെ കുറിക്കാനാണ് ഈ പദങ്ങൾ പ്രയോഗിക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ അല്ലാഹു ആണ് ഏക ഇലാഹും റബ്ബും, ഉലൂഹിയത്തും റുബൂബിയത്തിലും മറ്റാർക്കും ഒരു പങ്കുമില്ല എന്നവരോട് പറഞ്ഞാൽ അതവർ പൂർണ്ണമായും ഉൾക്കൊണ്ടിരുന്നു. ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്, പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പിന്നീട് ഈ വാചകത്തിന്റെ അല്ലെങ്കിൽ ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ ചില പിശകുകൾ സംഭവിച്ചു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം തന്നെ അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഖുർആനിന്റെ അവതരണ വേളയിൽ സുഗ്രാഹ്യമായിരുന്ന ഈ പദങ്ങളുടെ മൗലികാശയങ്ങൾ പിൽക്കാല നൂറ്റാണ്ടുകളിൽ ക്രമേണ മാറിക്കൊണ്ടിരുന്നു. എത്രത്തോളം എന്നാൽ പ്രസ്തുത പദങ്ങൾക്ക് അവയുടെ വിശാലമായ അർത്ഥം നഷ്ടപ്പെടുകയും അങ്ങേയറ്റം പരിമിതവും അവ്യക്തവുമായ ആശയങ്ങളിൽ അവ ഒതുങ്ങിപ്പോവുകയും ചെയ്തു. കളങ്കമറ്റ അറബി ഭാഷാസ്വാദനത്തിൽ സംഭവിച്ചു പോയ അപജയമായിരുന്നു അതിനൊരു കാരണം. ഖുർആന്റെ അവതരണ വേളയിൽ അനിസ്ലാമിക സമൂഹത്തിൽ ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ എന്നീ പദങ്ങൾക്ക് പ്രചാരത്തിലുണ്ടായിരുന്ന അർത്ഥങ്ങൾ പിന്നീട് ഇസ്ലാമിക സമൂഹത്തിൽ ജനിച്ചു വളർന്നവരെ സംബന്ധിച്ചിടത്തോളം അവശേഷിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു കാരണം. ഈ 2 കാരണങ്ങളാൽ പിൽക്കാലത്ത് വന്ന ഭാഷാകൃതികളും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും മിക്ക ഖുർആനിക പദങ്ങളെയും അവയുടെ മൗലികമായ ഭാഷാർത്ഥങ്ങൾക്ക് പകരം അന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്ന അർത്ഥങ്ങളിൽ വിശദീകരിച്ചു തുടങ്ങി എന്നാണ് മൗദൂദി സാഹിബ് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. അപ്പോൾ മൗദൂദി സാഹിബ് വളരെ വ്യക്തമായി പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്, ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ എന്ന അടിസ്ഥാനപരമായ 4 സാങ്കേതിക ശബ്ദങ്ങൾ, ആ 4 സാങ്കേതിക ശബ്ദങ്ങളുടെ യഥാർത്ഥമായ വിശദീകരണവും അതിന്റെ വ്യാഖ്യാനവും ഖുർആൻ അവതരിച്ച കാലഘട്ടത്തിലെ ജാഹിലിയ സമൂഹത്തിന് വളരെ നന്നായി അറിയാമായിരുന്നു. എന്നാൽ പിന്നീടുള്ള ആളുകൾക്ക് അതറിയാതെ പോയി. ആ മറക്കപ്പെട്ടു പോയ ഖുർആനിക സൂക്തങ്ങളുടെയും അതുപോലെ തന്നെ ഈ അടിസ്ഥാനപരമായ 4 സാങ്കേതിക ശബ്ദങ്ങളുടെയും യഥാർത്ഥമായ വിശദീകരണം പിന്നെ പറയുന്ന ആള് മൗദൂദി സാഹിബാണ് എന്നാണ് സമർത്ഥിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ 4 സാങ്കേതിക ശബ്ദങ്ങൾ, റബ്ബ് എന്ന് പറയുന്ന വാക്കും, ഇലാഹ് എന്ന് പറയുന്ന വാക്കും, ഇബാദത്ത് എന്ന് പറയുന്ന വാക്കും, ദീന് എന്ന് പറയുന്ന വാക്കും, ഈ 4 ശബ്ദങ്ങളുടെ യഥാർത്ഥമായ അർത്ഥം അറിയാമായിരുന്ന ആദ്യ സമൂഹം അബൂജഹൽ അടങ്ങുന്ന, ഉത്ബത്ത് അടങ്ങുന്ന, ശൈബത്ത് അടങ്ങുന്ന മക്കയിലെ ആളുകളാണ്. പ്രവാചകന്റെ എതിരാളികളാണ്, ജാഹിലിയ സമൂഹത്തിലെ ആളുകളാണ്. പിന്നീട് അതേ രൂപത്തിൽ അത് മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്ത ആള് മൗദൂദി സാഹിബാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോ ജാഹിലിയ സമൂഹത്തിനും മൗദൂദി സാഹിബിനും ഇടയ്ക്കുള്ള ഈ ലോകത്ത് ജീവിച്ചു പോയ പണ്ഡിതന്മാർക്ക്, ഭാഷാ പണ്ഡിതന്മാർക്ക്, മുഫസ്സിറുകൾക്ക്, ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക്, മുഹദ്ദിസുകൾക്ക്, ഹദീസ് വ്യാഖ്യാതാക്കൾക്ക് ഈ സാങ്കേതിക ശബ്ദങ്ങളുടെ അർത്ഥം മനസ്സിലായില്ല എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടാണ് മൗദൂദി സാഹിബ് പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഈ 4 സാങ്കേതിക ശബ്ദങ്ങൾക്ക് നൽകുന്നത്. എന്നിട്ട് മൗദൂദി സാഹിബ് അതുവഴി സമർത്ഥിക്കാൻ ശ്രമിച്ചത് എന്താണെന്നറിയുമോ? ഇലാഹ് എന്ന് പറയുന്ന വാക്ക്, ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പടച്ചതമ്പുരാൻ
ആ പടച്ചതമ്പുരാൻ ഇലാഹാണെന്ന് പറയുമ്പോ ആധിപത്യം അവർക്ക് അവനാണ് എന്ന നിലക്കാണ്. എന്നാൽ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ആധിപത്യം കവർന്നെടുത്തു കഴിഞ്ഞാൽ ആ സൃഷ്ടികളും ഇലാഹായി. സൃഷ്ടികൾ ഭരണം കൈയാളുന്ന അവസ്ഥയുണ്ടായാൽ, അവര് നിയമം നിർമ്മിക്കുന്ന അവസ്ഥയുണ്ടായാൽ അവർ ഇലാഹായി മാറി. റബ്ബ് എന്ന് പറയണമെങ്കിൽ ഭരണാധികാരിക്കാണ് റബ്ബ് എന്ന് പറയുക, ഭരണമുള്ളവനാണ് റബ്ബ് എന്ന് പറയുക. അതുപോലെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഭരണാധികാരിക്കുള്ള അനുസരണമാണ്, അതുപോലെ തന്നെ അടിമത്തമാണ്, അതുപോലെ തന്നെ ആരാധനയാണ്. ഇബാദത്തിന് മൂന്നർത്ഥമുണ്ട്. മൂന്നർത്ഥവും ഒരുമിച്ച് സംഗമിക്കുന്ന വാക്കാണ് ഇബാദത്ത് എന്ന് പറയുന്ന വാക്ക് എന്ന് മൗദൂദി സാഹിബ് വിശദീകരിച്ചു. ദീൻ എന്ന് പറഞ്ഞാൽ മൗദൂദി സാഹിബ് ഈ പുസ്തകത്തിലൂടെ സമർത്ഥിച്ചത് ദീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് എന്നതാണ്, രാജ്യം എന്നതാണ് ഈ ദീൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആധിപത്യമുള്ളവൻ, ഭരണം നടത്തുന്നവൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരി, ഭരണമുള്ളവൻ. അതുപോലെ തന്നെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഭരണാധികാരിക്കുള്ള അനുസരണം. അതുപോലെ തന്നെ ദീൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഭരണഘടന. ഈ നിലക്ക് തികച്ചും രാഷ്ട്രീയമായി, രാഷ്ട്രീയ ലാക്കോടെ വിശുദ്ധമായി ഇസ്ലാമിലെ സാങ്കേതിക ശബ്ദങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മൗദൂദി സാഹിബ് ആദ്യമായി രംഗത്ത് വന്നു. ആ വാദവുമായി മൗദൂദി സാഹിബ് വന്ന കാലഘട്ടത്തിലാണ് പറഞ്ഞത്, ഇവിടെ ഇസ്ലാമിക ഭരണം വേണം. നമുക്കാർക്കും അതിൽ വിരോധമില്ല, ആർക്കും അതിൽ എതിർപ്പില്ല. ഇസ്ലാമികമായ ഭരണം ആഗ്രഹിക്കാത്തവരും ആശിക്കാത്തവരും ആരുമില്ല. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് ഒരു ഇസ്ലാമിക ഭരണം ഇവിടെ ഉണ്ടാവുക എന്നത് ആർക്കും എതിർപ്പുള്ള കാര്യമല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർ സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടുത്തെ നിലവിലുള്ള പലിശക്ക് കൊടിപിടിക്കുന്ന, വ്യഭിചാരത്തിന് ലൈസൻസ് കൊടുക്കുന്ന, ലൈംഗിക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഈ നാട്ടിലെ വ്യവസ്ഥ മാറി ഈ വ്യവസ്ഥകൾക്ക് അതീതമായ നിലക്ക് സന്മാർഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥ നിലവിൽ വരേണ്ടതില്ലേ? കള്ളക്കടത്തിന്റെയും ചൂതാട്ടത്തിന്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതിത്വത്തിന്റെയും തോന്നിവാസങ്ങളുടെയും എല്ലാവിധ മേഖലകൾക്കും സർവ്വവിധ ഒത്താശകളും നൽകിക്കൊടുക്കുന്ന ഇവിടുത്തെ നിയമ സംവിധാനം മാറി മറ്റൊരു നിയമ സംവിധാനം ഇവിടെ വരേണ്ടതില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. സത്യത്തിൽ ഇസ്ലാമികമായൊരു ഭരണം ഇവിടെ ഉണ്ടാകുന്നതിന് അമുസ്ലിങ്ങൾക്ക് പോലും ഇവിടെ എതിർപ്പില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേയറ്റം പാടുപെട്ട, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെട്ട, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരാനന്തരം അദ്ദേഹം വളരെ പച്ചയായി ഉറക്കെ പറഞ്ഞു, ഇവിടെയൊരു ഭരണം നടക്കുമെങ്കിൽ അത് ഉമറിന്റെ ഭരണമായിരിക്കണം. ഒരു ഉമറിന്റെ ഭരണം, നീതിമാനായ ഉമറിന്റെ ഭരണം നടക്കാനാണ്, അത് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മഹാത്മാഗാന്ധി പോലും വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം, ഈ രാജ്യത്ത് അല്ല ലോകത്തിന്റെ ഏത് കോണിലും ഇസ്ലാമികമായൊരു ഭരണഘടനയും ഒരു സംവിധാനവും ആ രൂപത്തിലുണ്ടായിത്തീരുന്ന അങ്ങേയറ്റം ഉദാത്തമായ ഒരു സംവിധാനവും വരുന്നതിന് ആരും ഇവിടെ എതിർത്തിട്ടില്ല, എതിർക്കൊന്നുമില്ല. എന്നാൽ മൗദൂദി സാഹിബ് കടന്നു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ നിലവിലുള്ള സംവിധാനങ്ങൾ മുഴുവൻ ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ്. മതേതരത്വം ഇസ്ലാമിക വിരുദ്ധമാണ്, ജനാധിപത്യം ഇസ്ലാമിക വിരുദ്ധമാണ്, മനുഷ്യനെ ശിർക്കിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഭരണമില്ലാത്തയിടത്ത്, ഇസ്ലാമിക ഭരണമില്ലാത്തയിടത്ത് മുസ്ലിമായി നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നാണ് മൗദൂദി സാഹിബ് വാദിച്ചത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം, ആ ആദർശത്തിൽ നിന്ന് പരിപൂർണമായും വ്യത്യസ്തപ്പെട്ട നിലക്കുള്ള വാദമാണിത്. കാരണം നമുക്കറിയാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രത്യേകത ലോകം മുഴുവൻ ഇസ്ലാമിക വിരുദ്ധമായ ഒരു സംവിധാനത്തിൽ ക്രമീകരിക്കപ്പെട്ട അവസ്ഥയാണെങ്കിൽ പോലും ലോകത്തെ കോടാനുകോടി മനുഷ്യരിൽ ഒരു മനുഷ്യന് മുസ്ലിമായി ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവന് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇസ്ലാം ക്രമീകരിക്കപ്പെട്ടത്. ഇസ്ലാമിന്റെ സംവിധാനം അങ്ങനെയാണ്. എന്നാൽ ഇതിൽ നിന്ന് നേരെ തിരിച്ചാണ് മൗദൂദി സാഹിബ് പറഞ്ഞത്, ഭരണമില്ലാത്തയിടത്ത് ഇസ്ലാമില്ല, ഭരണമില്ലാത്തയിടത്ത് ഇസ്ലാമില്ല. ഭരണമില്ലാത്ത ദീൻ നിലവിൽ സ്ഥാപിക്കപ്പെടാത്ത സാങ്കല്പിക വീട് പോലെയാണ്. മൗദൂദി സാഹിബിന്റെ ഖുത്ബാത്തിലെ വാക്കുകളാണിത്. ഭരണമില്ലാത്തയിടത്തോളം ദീൻ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല.
നേരെ മറിച്ച് ആ ദീൻ സങ്കല്പമായി അല്ലെങ്കിൽ ഒരു ആഗ്രഹമായി മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ എന്ന് വാദിച്ചുകൊണ്ടാണ് മൗദൂദി സാഹിബ് തന്റെ വാദം ആരംഭിക്കുന്നത്. അങ്ങനെ വാദം ആരംഭിച്ച് പിന്നെ അദ്ദേഹം പറഞ്ഞത്, അതുകൊണ്ട് നിലവിലുള്ള അനിസ്ലാമിക വ്യവസ്ഥയെ തുടച്ചു നീക്കി തലസ്ഥാനത്ത് ഇസ്ലാമിക വ്യവസ്ഥ നടപ്പാക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത് എന്ന്. സത്യത്തിൽ മൗദൂദി സാഹിബിന്റെ ഉള്ളിരിപ്പ്, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ അറിയാതെ പല ആളുകളും മൗദൂദി സാഹിബിന്റെ ആ വാദം ശരിയാണ് എന്ന് ധരിച്ചു. പല ആളുകളും ആ വാദത്തെ പിന്താങ്ങി അറിയപ്പെടുന്ന പല പണ്ഡിതന്മാരും മൗദൂദി സാഹിബിന്റെ പിന്നാലെ കൂടി. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മൗദൂദി സാഹിബിന്റെ ഉള്ളിരിപ്പ് മനസ്സിലാക്കി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാക്കന്മാർ തന്നെ ആ പ്രസ്ഥാനം കൈയൊഴിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന വലിച്ചെറിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രവർത്തിക്കുന്ന രംഗമാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഞാൻ വെറുതെ പറയല്ല, ഇത് IPH പുറത്തിറക്കുന്ന പുസ്തകമാണ്. റൂദാദ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. റൂദാദ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ വേളയിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്, പേരെടുത്ത് പറയുന്നുണ്ട്. ഒന്നാമത് മൗലാന അബുൽ ഹസൻ അലി സാഹിബ് ലക്നോ, 2 മുഹമ്മദ് യൂസുഫ് സാഹിബ് ഭോപ്പാൽ, 3 മൗലാന സിബാത്തുള്ള സാഹിബ് ഉമറാബാദ്, 4 മൗലാന ഹക്കീം അബ്ദുള്ള സാഹിബ്, 5 സയ്യിദ് അബ്ദുൽ അസീസ് ഷർഖി സാഹിബ്, 6 മലിക് നസ്റുല്ല ഖാൻ അസീസ് സാഹിബ്, 7 ഖാദി ഹമീദുള്ള സാഹിബ്, 8 അബ്ദുൽ ജബ്ബാർ ഖാസി സാഹിബ്, 9 മുഹമ്മദ് ബിൻ അലി അലബി സാഹിബ്, 10 മൗലാന മുഹമ്മദ് മൻസൂർ നൊമാനി സാഹിബ്, 11 മൗലാന സയ്യിദ് ജാഫർ സാഹിബ്, 12 കമറുദ്ദീൻ ഖാൻ സാഹിബ്, 13 അത്താഉല്ലാ സാഹിബ്. ഈ 13 നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക വേളയിൽ ഉണ്ടായിരുന്ന 13 നേതാക്കന്മാരുടെ പേരുകൾ ഈ പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരെ നിങ്ങൾ സമീപിക്കണം. എന്നിട്ട് ചോദിക്കണം, ഈ 13 പേരിൽ എത്ര പേര് മരിക്കുമ്പോൾ ജമാഅത്തുകാരായിട്ടുണ്ട് എന്ന്, ജമാഅത്തുകാരായി മരിച്ചുപോയി എന്ന്. സത്യത്തിൽ ഈ പേര് പറയപ്പെട്ടവരിൽ ഭൂരിഭാഗവും അവർ മരിക്കുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയോട് വിട പറഞ്ഞു. മൗദൂദി സാഹിബിന്റെ വാദഗതികൾക്കെതിരായി വളരെ ശക്തമായി നിലകൊണ്ടു. നമുക്കറിയാം, മഹാനായ വഹീദുദ്ദീൻ ഖാൻ ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ ശക്തനായ പ്രവർത്തകനും അതുപോലെ എഴുത്തുകാരനുമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഭരണം, അതാണ് നമുക്ക് ആവശ്യമെന്ന മുദ്രാവാക്യം, അതിലൂടെ മാത്രമേ സാമൂഹ്യ തിന്മകളെ തുടച്ചു നീക്കാൻ സാധിക്കൂ എന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിൽ അകപ്പെട്ടുകൊണ്ട് വഹീദുദ്ദീൻ ഖാൻ ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ വഹീദുദ്ദീൻ ഖാൻ മനസ്സിലായി, ഇത് ശരിയല്ല, ഇത് വിത്തിൽ നിന്ന് മരം മുറിക്കുന്ന പണിയാണ്. ഒരു വിത്ത് നട്ട് അതിന് വളമിട്ട് കൊടുത്ത് അതിന് വെള്ളമൊഴിച്ചു കൊടുത്ത് അങ്ങനെ ആ മരം വളർന്നു വലുതാവുക എന്നതിന് പകരം ഒരാൾ വിത്തെടുത്തിട്ട് ആ വിത്ത് മുറിക്കുക. എന്തിനാ? അതിനകത്ത് മരം ഉണ്ട്, അത് പറിച്ചെടുക്കാൻ. ഇതേ രൂപത്തിൽ ഇസ്ലാമാകുന്ന വിത്ത്, ആ വിത്തിനെ മുറിച്ച് മരമുണ്ടാക്കുക എന്ന പണിയാണ് ജമാഅത്തുകാർ ഇവിടെ നടത്തുന്നത്. അതുവഴി എന്ത് സംഭവിക്കും? മരം ഇവിടെ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ആ വിത്ത് നശിച്ചു പോവുകയും ചെയ്യും. വിത്ത് നശിക്കുകയും മരം ഇല്ലാതാവുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വഹീദുദ്ദീൻ ഖാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ ശക്തമായ തൂലിക എഴുത്തുകാരനായിരുന്ന വഹീദുദ്ദീൻ ഖാൻ ജമാഅത്തെ ഇസ്ലാമി വിട്ടുപോയി. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ വേളയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്ത മൗലാന മുഹമ്മദ് മൻസൂർ നൊമാനി സാഹിബ്, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് അതിന്റെ രൂപീകരണ യോഗത്തിൽ അവസാനമായി നിറകണ്ണോടെ ദുആ ചെയ്ത മനുഷ്യനാ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ മൗദൂദി സാഹിബിന്റെ കപട മുഖങ്ങളൊന്നായി പുറത്തു വന്നപ്പോ നൊമാനി സാഹിബ് പറഞ്ഞില്ല, നിങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റില്ല, കാര്യം ഇത് കപടതയാണ്, ഇത് ഇസ്ലാമല്ല, ഇത് ദീനല്ല. ആ നൊമാനി സാഹിബ് ജമാഅത്തെ ഇസ്ലാം വിട്ടുകൊണ്ട് പുറത്തു പോകുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാക്കന്മാർ വരെ ആ പ്രസ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് മറ്റൊരു രൂപത്തിലേക്ക്, മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോവുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശകരായി മാറുകയും ചെയ്യുന്ന രംഗമാണ്
കഴിഞ്ഞകാല ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുവഴി ഇങ്ങോട്ട് പിൽക്കാല ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കപടമുഖങ്ങൾ വളരെ വ്യക്തമായി രാഷ്ട്രീയ രംഗത്ത് നമുക്ക് ദർശിക്കാൻ സാധിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമസ്കാരാനന്തരം വളരെ വിശദമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കപട നാടകങ്ങൾ ഈ സ്ക്രീനിൽ വളരെ വ്യക്തമായി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പ്രഭാഷണം തുടരാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇവിടെ പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാവരും സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. നാം പറഞ്ഞു വന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആരംഭ ദശയിലുണ്ടായിരുന്ന അതിന്റെ സ്ഥാപക നേതാക്കൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്ന രംഗത്തെ സംബന്ധിച്ച ദീർഘദൃഷ്ടിയുള്ള ആ പണ്ഡിതന്മാർ വളരെ നേരത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന വരുത്തിവെക്കാവുന്ന വിനകളെ സംബന്ധിച്ച് അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കിയവരാണ്. ഇന്ന് നമുക്കറിയാം, ലോകത്തിന്റെ മുക്കുമൂലകളിൽ വളരെ ശക്തമായി തീവ്രവാദ സംരംഭങ്ങളും അതുപോലെ തന്നെ ആ നിലക്കുള്ള വർഗീയമായ നിലപാടുകളുമൊക്കെ വളരെ ശക്തമായി തന്നെ സമൂഹത്തിൽ വ്യാപിക്കുവാനുള്ള അടിസ്ഥാന കാരണമായി ജമാഅത്തെ ഇസ്ലാമിക്കാർ അംഗീകരിക്കുന്ന പത്രപ്രതിനിധികൾ പോലും ജമാഅത്ത് സാഹിത്യങ്ങളെ എടുത്തു ചൂണ്ടിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. മൗദൂദി സാഹിബിന്റെ വിഷലിപ്തമായ ആശയങ്ങൾ ലോകത്തിന്റെ മുക്കുമൂലകളിൽ പുസ്തക രൂപേണ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ചിന്താഗതിയിൽ ആകർഷണീയരായ പല ആളുകളും വങ്ങേയറ്റം തീവ്രവാദപരമായ നിലപാടുകളിലേക്ക് വഴുതിമാറി എന്നത് ഫഹ്മി ഹുവൈദിയെ പോലുള്ള ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്ന നേതാക്കന്മാർ വരെ അംഗീകരിച്ച കാര്യമാണ്. നമുക്കറിയാം, ഇസ്ലാം അതിന്റെ പേരുദ്ദേശിക്കുന്നത് പോലെ തന്നെ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് സമാധാനമാണ്, ശാന്തിയാണ്. എന്നാൽ ശാന്തി സമ്പൂർണമായ വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ആദർശങ്ങളെ മൗദൂദി സാഹിബ് സ്വന്തം വീക്ഷണത്തിൽ അവതരിപ്പിച്ചപ്പോൾ ആ വീക്ഷണപ്രകാരം ഇസ്ലാം വാളുകൊണ്ട് കാര്യങ്ങളെ നേരിടുന്നൊരു മതമായി, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സംഘമായി മാറുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മൗദൂദി സാഹിബ് തന്നെ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തു. നമുക്കറിയാം, മൗദൂദി സാഹിബിന്റെ കുപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, തഫ്ഹീമാത്ത് എന്ന പേര്. ആ തഫ്ഹീമാത്തിൽ റവദാരിക്ക് ഗൈർ ഇസ്ലാമി തസവ്വുർ എന്ന ഒരു ഹെഡിങ്ങിന്റെ ഒരു അധ്യായത്തിൽ അദ്ദേഹം എഴുതി വെച്ചത്, വാസ്തവത്തിൽ മുസൽമാന്റെ അസ്തിത്വം തന്നെ അനിസ്ലാമിക ഭരണകൂടങ്ങൾക്ക് വെല്ലുവിളിയായേ തീരൂ. എവിടെയെല്ലാം അനിസ്ലാമിക ഭരണവ്യവസ്ഥ നിലനിൽക്കുന്നുവോ അവിടെയൊക്കെ ഇസ്ലാമിക വ്യവസ്ഥ നടപ്പാക്കാൻ അത്യധ്വാനം ചെയ്യുക എന്നതാണ് ഈമാൻ സത്യസന്ധമാണെന്നതിന്റെ തെളിവ്. ഇത്തരം പരിശ്രമങ്ങൾക്ക് മുമ്പിൽ ആരൊക്കെ സഹിഷ്ണുത കാണിക്കും, ആരൊക്കെ സഹിഷ്ണുത കാണിക്കുകയില്ല എന്നതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല. അമുസ്ലിങ്ങളുടെ സഹകരണം ലഭിക്കുമോ ഇല്ലേ എന്നൊന്നും നോക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം തന്നെ. എന്നാൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റേതല്ലാത്ത ഭരണം നടത്താൻ ഒരാൾക്കും അവകാശമില്ല. അതാണ് ഏറ്റവും വലിയ ഫിത്ന. അനിസ്ലാമിക നിയമവാഴ്ചയാകുന്ന ആ ഫിത്നയെ തുടച്ചു നീക്കുന്നത് വരെ മുസൽമാന്റെ വാളുകൾ ഉറയിൽ പോവുകയില്ല എന്ന് വളരെ വ്യക്തമായി മൗദൂദി സാഹിബ് തഫ്ഹീമാത്തിന്റെ 2ാം വാള്യത്തിൽ എഴുതി വെച്ചു. അപ്പോൾ അനിസ്ലാമിക ഭരണവ്യവസ്ഥ ഇല്ലാതാക്കുന്നതുവരെ മുസ്ലിങ്ങൾ വാള് ഉറയിലിടാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി മൗദൂദി സാഹിബ് എഴുതി വെക്കുക വഴി തീവ്രവാദപരമായ ചില ചിന്താഗതികളിലേക്ക് ചില ആളുകൾ വഴുതി വീണു എന്ന് മാത്രമല്ല, മൗദൂദി സാഹിത്യങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിച്ച
അമുസ്ലിങ്ങളായ ആളുകൾ ഇസ്ലാം തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ ആളുകളാണ് എന്നും അതുപോലെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം അതാണ് എന്നും തെറ്റിദ്ധരിച്ചു. നമുക്കറിയാം, ഈ ഇന്ത്യ രാജ്യത്ത് പോലും അല്ല, ഈ കൊച്ചു കേരളത്തിൽ പോലും RSSന്റെയും BJPയുടെയും ഒക്കെ ശാഖകളിൽ മൗദൂദി സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ സുലഭമായി വായിക്കപ്പെട്ടു. എന്തിനാണ് വായിച്ചത്? ഈ നാട്ടിലുള്ള ഹൈന്ദവരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും അതാണ് അവരുടെ അജണ്ടയെന്നും സാധുക്കളായ ഹൈന്ദവ സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് RSSന്റെ ശാഖകളിൽ മൗദൂദി സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ വായിക്കപ്പെട്ടു എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയ്ക്ക് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് മുസ്ലിങ്ങളോട് അങ്ങേയറ്റം വിരോധം വെച്ച് പുലർത്തിയ ഒരു വ്യക്തി ഈ അടുത്ത കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിച്ചു, ഖുർആൻ പഠിച്ചു, ഖുർആനിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കി, അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. RSSന്റെ ശാഖയിൽ ഒരു RSSകാരനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനു ശേഷം നമുക്കറിയാം, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നടത്തിയ പ്രോഫ് കോണിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തന്റെ അനുഭവം പറഞ്ഞു. RSSന്റെ ശാഖയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങളോട് അങ്ങേയറ്റം വെറുപ്പായിരുന്നു എനിക്ക്, അങ്ങേയറ്റം ദേഷ്യമായിരുന്നു എനിക്ക്. കാരണം മുസ്ലിങ്ങളെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് RSSന്റെ ശാഖകളിൽ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിരുന്നത് മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങളിൽ നിന്നായിരുന്നു, കൃതികളിൽ നിന്നായിരുന്നു. അത് കേട്ടപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളോട് അങ്ങേയറ്റം വിരോധം വെച്ച് പുലർത്താൻ അത് ഞങ്ങൾക്ക് കാരണമായി തീർന്നു. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയം മൗദൂദി സാഹിബിന്റെ ആശയമല്ല, മൗദൂദി സാഹിബ് പറഞ്ഞതല്ല എന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഇപ്പോൾ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് ഇസ്ലാമിനെയാണ് എന്ന് ആ ചെറുപ്പക്കാരൻ പരസ്യമായി നമ്മോട് പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ഈ നിലക്ക് തഫ്ഹീമാത്തിലെ ഉദ്ധരണികൾ പോലെയുള്ള ഉദ്ധരണികൾ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലും കോണുകളിലും വിതരണം ചെയ്യപ്പെടുക വഴി ഇസ്ലാമിക വിരോധം വെച്ച് പുലർത്തുന്ന ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ മൗദൂദി സാഹിബിന്റെ ഉദ്ധരണികൾ കടമെടുത്തു എന്നതിന്റെ വളരെ വ്യക്തമായ പല തെളിവുകളിൽ ഒരു തെളിവാണത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ തീവ്രവാദപരമായ ചില ചിന്താഗതികളിലേക്ക് ആളുകളെ പറഞ്ഞുവിട്ട് ആളുകളെ വഴി നടത്തിയ ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ പിന്നീട് കാലുമാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പറഞ്ഞത് നാളെ അവർ പറയില്ല. ഇന്നത്തെ ഉദ്ദേശം നാളത്തെ ഉദ്ദേശമല്ല അവർക്ക്. ഓരോ നാളുകളും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ആദർശവും പ്രഖ്യാപനങ്ങളും നയങ്ങളുമാണ് അവർക്കുള്ളത്. അത് അവരുടെ പ്രത്യേകതയായി അവരുടെ വലിയ വലിയ നേതാക്കന്മാർ തന്നെ ഇപ്പോൾ പരസ്യമായി പ്രസംഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ സമുദായത്തോടും സമൂഹത്തോടും ജമാഅത്തെ ഇസ്ലാമി കാട്ടിയിട്ടുള്ള വഞ്ചന ചെറുതാണോ? ആദ്യമായി ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. അന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്നാണ്. നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. മുസ്ലിങ്ങൾ ഇന്ന് രാഷ്ട്രീയ ശിർക്കിലാണ് എന്നാണ്. കാര്യം എന്താ? ഇവിടെ മുസ്ലിങ്ങളിൽ പല ആളുകളും UDFന് വോട്ട് ചെയ്യുന്നവരുണ്ട്, LDFന് വോട്ട് ചെയ്യുന്നവരുണ്ട്, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല ആളുകൾക്കും വോട്ട് ചെയ്യുന്നവരുണ്ട്, പല രാഷ്ട്രീയ കക്ഷിക്കും വോട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വോട്ട് ചെയ്യുക വഴി അവർ രാഷ്ട്രീയ ശിർക്കിൽ അകപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റേതല്ലാത്ത ഒരു ഭരണം ഇവിടെ ഉണ്ടാകുവാൻ വേണ്ടി, ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന സേവനമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലാത്തവർ രാഷ്ട്രീയ ശിർക്കിന്റെ വാഗ്ദാക്കളാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആദ്യമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാതെ മാറി നിന്നു. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാതെ മാറി നിന്നു. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ്? ഈ വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്ന് പറഞ്ഞവർ അവരുടെ വാദമായി രണ്ടാമത് അവരവതരിപ്പിച്ചു, ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പാടില്ല, കലാലയങ്ങൾ ഇവിടെയില്ല, ഇവിടെയുള്ള കലാലയങ്ങൾ കൊലാലയങ്ങളാണ്. മൗദൂദി സാഹിബ് എഴുതി വിട്ടു. മൗദൂദി സാഹിബിൽ നിന്ന് ആവേശം മൂട്ട ജമാഅത്തുകാർ എഴുതി വിട്ടു എന്ന് മാത്രമല്ല, അവർ വളരെ വ്യക്തമായി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ 27 വർഷം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ആ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ 27 വർഷം എന്ന് പറയുന്ന ഈ പുസ്തകം അഫ്സൽ ഹുസൈൻ അഥവാ ഖയ്യിം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അദ്ദേഹത്താൽ വിരചിതമായതും അദ്ദേഹത്താൽ പുറത്തുവിടപ്പെട്ടതുമായ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയായി ഇതിന്റെ 1-ാമത്തെ പേജിൽ തന്നെ പറയുന്നത്, ബഹുമാന്യരായ ജമാഅത്ത് അംഗങ്ങളോട്
ബഹുമാന്യ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ലഘുപുസ്തകം കേന്ദ്ര മജ്ലിസ് ശൂറ തീരുമാനങ്ങളും ജമാഅത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ പ്രസ്താവനകളും വിശദീകരിക്കപ്പെടുന്നതിനുള്ള ഒരു ശ്രമം മാത്രമാണ്. ജമാഅത്തിന്റെ ഔദ്യോഗിക രേഖയല്ല. ജമാഅത്ത് അംഗങ്ങളുടെ അഭിപ്രായ വിചിന്തനങ്ങൾക്ക് വേണ്ടി ഇത് സമർപ്പിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും മുമ്പിൽ വരുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിൽ പറയും, നോക്കൂ, ഈ പുസ്തകം ജമാഅത്ത് അംഗങ്ങളുടെ മാത്രം പാരായണത്തിനുള്ളതാകുന്നു, പൊതുപ്രസിദ്ധീകരണത്തിനുള്ളതല്ല. കേട്ടോ, ജമാഅത്തെ ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് മാത്രം വായിക്കുവാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യൻ ഘടകം ജമാഅത്ത് മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് വിതരണം ചെയ്ത പുസ്തകമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ 27 വർഷം എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഈ രേഖപ്പെടുത്തിയത് എന്താണെന്നറിയുമോ? അതെ, ജമാഅത്തെ ഇസ്ലാമി ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തോട് ബന്ധപ്പെട്ടതായിരുന്നു പ്രശ്നം. ജമാഅത്ത് സാഹിത്യങ്ങളിൽ ആ സ്ഥാപനങ്ങളെ വിശേഷിപ്പിച്ചിരുന്നത് കൊലാലയങ്ങൾ എന്നായിരുന്നു. കണ്ടോ, മറ്റൊരു പ്രശ്നം പറയാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ഹെഡിങ്ങില് ഈ പുസ്തകത്തില് വളരെ വ്യക്തമായി പറയാണ്, ജമാഅത്ത് സാഹിത്യങ്ങളിൽ കലാലയങ്ങളെ വിളിച്ചിരുന്നത് കൊലാലയങ്ങൾ എന്നായിരുന്നു. കേട്ടോ, അപ്പൊ സ്കൂളിൽ പോകാൻ പാടില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അവിടെ പോയി പഠിക്കാൻ പാടില്ല. കാര്യം, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ പഠിപ്പിക്കപ്പെടുന്ന, അവരാൽ നിർണയിക്കപ്പെടുന്ന സിലബസ്, ആ സിലബസ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പറ്റില്ല. കലാലയങ്ങൾ കൊലാലയങ്ങളാണ്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗം പാടുണ്ടോ? ഹറാമാണ് എന്നാണ് റസായിൽ വ മസായിൽ എന്ന് പറയുന്ന മൗദൂദി സാഹിബിന്റെ പുസ്തകത്തിൽ എഴുതിവിട്ടത്. റസായിൽ വ മസായിൽ എന്ന് പറയുന്ന മൗദൂദി സാഹിബിന്റെ പുസ്തകത്തിൽ സർക്കാർ ഉദ്യോഗം ഹറാമാണ് എന്ന് എഴുതിവിട്ടു. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. അങ്ങനെ വോട്ട് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ വിദ്യാഭ്യാസം പാടില്ല, സർക്കാർ ഉദ്യോഗം പാടില്ല എന്ന് ഈ കേരളത്തിലുള്ള ജനങ്ങളോട് ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ജമാഅത്തെ ഇസ്ലാമി എതിർത്തവരെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നയം ആത്മഹത്യാപരമാണ് എന്ന് പറഞ്ഞവരെ, ജമാഅത്തിന്റെ ഈ നയം സ്വീകരിച്ചുകൊണ്ട് മന്ദബുദ്ധികളാകരുത് എന്ന് ഉപദേശിച്ചവരെ അന്ന് ജമാഅത്തിന്റെ നേതാക്കന്മാർ വിളിച്ചത് രാഷ്ട്രീയ മുശ്രിക്കുകൾ എന്നാണ്. രാഷ്ട്രീയ മുശ്രിക്കുകൾ, രാഷ്ട്രീയ മുട്ടാളന്മാർ, പൂർണ്ണമായ ദീനില്ലാത്തവർ, അപൂർണ ദീനിന്റെ വാഗ്ദാക്കൾ, ദീനും ദുനിയാവും രണ്ടാക്കിയവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നു മുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ അഴകുഴമ്പൻ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചവരെ വിമർശിച്ചതായി നമ്മൾ കണ്ടു. ഇന്നും ഇവിടെയും അങ്ങനെയാണല്ലോ. ഇന്ന് ഈ എടവനക്കാട് വെച്ചുകൊണ്ട് ഞാൻ പറയുമ്പോഴും പല ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും കണ്ണുരുട്ടുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് നാട് വിടേണ്ടി വരുമെന്ന്, നിങ്ങൾക്ക് നാട് വിടേണ്ടി വരുമെന്ന്. ആരെയാ ഭയപ്പെടുത്തുന്നത്? ആരെയാ ഭയപ്പെടുത്തുന്നത്? ഇന്ത്യയിലെ ഈ പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരള നദൂത്തുൽ മുജാഹിദീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാട് വിടേണ്ടി വരില്ല. കാരണം നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി അറച്ചു നിന്നപ്പോൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി മാറി നിന്നപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാരന്റെ ഭരണം മാറി, പകരം ജനാധിപത്യ മതേതരത്വ ഭരണം വന്നാൽ ലാത്ത പോയി മനാത്ത വന്നു എന്ന് മാത്രമേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു വിഗ്രഹം മാത്രമേ പ്രതിഷ്ഠിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന ജമാഅത്തുകാരന്റെ സംസ്കാരമല്ല ഇവിടുത്തെ മുജാഹിദിന്റെ സംസ്കാരം. നേരെ മറിച്ച് ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ആക്രമിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുകയും ഇന്ത്യക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്ത, ഇന്ത്യക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായ KM മൗലവിയെ പോലുള്ള, വക്കം മൗലവിയെ പോലുള്ള, അതുപോലെ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള ആളുകളുടെ പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തെ ജമാഅത്തുകാർ വിരട്ടുകയാണ്. നിങ്ങൾ നാട് വിടേണ്ടി വരുമെന്ന്. ഒരിടത്തും പോകേണ്ടി വരില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്താൽ, അങ്ങനെ ഒരു കാരണത്താൽ നാട് വിടാൻ എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ ജമാഅത്തുകാർക്കാണ്. കാരണം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോ ആ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ പോലും പുറം തിരിഞ്ഞു നിന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. നിഷേധിക്കാൻ പറ്റോ? ഇല്ല. തെളിവുകൾ വളരെ വ്യക്തമായി നമുക്ക് മുന്നിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ ആത്മഹത്യാപരമായ അപകടകരമായ വാദഗതികളെ, തീവ്രവാദകരമായ ചിന്താഗതികളെ ഇവിടുത്തെ ഇസ്ലാഹി പ്രസ്ഥാനം എതിർത്തപ്പോ രാഷ്ട്രീയ ശിർക്കിന്റെ വാഗ്ദാക്കളെന്നും അതുപോലെ തന്നെ ശ്മശാന വിപ്ലവത്തിന്റെ വാഗ്ദാക്കളെന്നും ലോകം തിരിയാത്തവരെന്നും
അതുപോലെ തന്നെ അപൂർണ ദീനിന്റെ വാഗ്ദാക്കൾ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ പരിഹസിച്ചു. പക്ഷേ മുജാഹിദുകൾ സധൈര്യം മുന്നോട്ട് പോയി ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശ പാപ്പരത്വം ബോധ്യപ്പെടുത്തി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താ? വോട്ടിൽ ശിർക്കായിരുന്നു എന്ന് പറഞ്ഞ ജമാഅത്തുകാര് പിന്നെ നയം മാറ്റുകയാണ്. നയം മാറ്റിയിട്ട് പിന്നെ പറഞ്ഞത് എന്താ? ഇനി വോട്ട് ചെയ്യാം, പക്ഷേ മൂല്യം നോക്കി വോട്ട് ചെയ്യണം. മൂല്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും. ആയിക്കോട്ടെ, മൂല്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്താൽ ശിർക്കാവില്ല എന്ന് എവിടെയാ പറഞ്ഞത്? ഈ മൂല്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചാൽ അവരെങ്ങോട്ടാ പോണ? പാർലമെന്റിലേക്കല്ലേ, നിയമസഭയിലേക്കല്ലേ? ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിലവിലുള്ള അനിസ്ലാമിക ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ മുന്നണി പോരാളികളായിക്കൊണ്ടല്ലേ അവര് പോകുന്നത്? മൂല്യം നോക്കിയത് കൊണ്ട് ആള് പോകുന്ന സ്ഥലം മാറോ? ഇല്ല. പക്ഷേ ജമാഅത്തുകാരൻ പറഞ്ഞു, നമ്പർ മാറ്റി അടവ് മാറ്റിയിട്ട് പറഞ്ഞു, ഇത്രയും കാലം പറഞ്ഞത് നിങ്ങൾ മറന്നേക്കുക, ഇനി മുതൽ നമുക്ക് വോട്ട് ചെയ്യാം, പക്ഷെ വോട്ട് ചെയ്യുമ്പോ മൂല്യം നോക്കി വേണം വോട്ട് ചെയ്യാൻ. അങ്ങനെ മൂല്യം നോക്കി വോട്ട് ചെയ്യാൻ തുടങ്ങി. 2 സ്ഥാനാർത്ഥികളെടുത്ത് ഇന്നാല് ജമാഅത്തെ ഇസ്ലാമിക്കാര് മൂല്യമീറ്ററുമായി പോയി. അവസാനം ജമാഅത്തെ ഇസ്ലാമിന്റെ മൂല്യമീറ്ററില് പലപ്പോഴും തെളിഞ്ഞത് മൂല്യമില്ലാത്ത ആൾക്കാരാണ്. അബ്ദുസമദ് സമദാനി, KT കുഞ്ഞു മുഹമ്മദ്, രണ്ടുപേരും കൂടെ മത്സരിക്കാൻ. അബ്ദുസമദ് സമദാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മതപരമായ രംഗങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെയായി നിലകൊള്ളുന്ന ഒരാളാണ്. KT കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞാലോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ, അദ്ദേഹം സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് സംവിധായകവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പാർട്ടിയല്ല നോക്കുന്നതെന്നാ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിപരമായ ഒരു വിശദീകരണമല്ല ഇവിടെ നൽകുന്നത്. ആ നിലക്ക് അവര് വ്യക്തിപരമായ മൂല്യം നോക്കിയപ്പോ മൂല്യം കണ്ടത് ആർക്കാണ്? കുഞ്ഞു മുഹമ്മദിനാണ്. സമദാനിക്ക് മൂല്യമില്ല. അങ്ങനെ പല രംഗത്തും ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിലുള്ള അഴകുഴമ്പം നയം സ്വീകരിച്ചുകൊണ്ട് മാറിയിരുന്നു. ഞാനിത് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഈ പ്രത്യേക സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചില കുപ്രചരണങ്ങൾ ഈ പ്രദേശത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂര് പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാര് പറഞ്ഞു പരത്തിയത് എന്താണെന്നറിയോ? ഇത്തവണ ജമാഅത്തെ ഇസ്ലാമി LDF വോട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ അതിലുള്ള ദേഷ്യം തീർക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇവർ പരിപാടി വെച്ചത്. പറയാ അപ്പൊ ആ കുപ്രചരണം ഈ പരിപാടി തീരുമ്പോ ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് ഞാൻ ബോധ്യപ്പെടുത്തും. LDF-കാർക്ക് ജമാഅത്തുകാരെ വിശ്വസിക്കാൻ പറ്റോ ഇല്ലേ? LDF-കാർക്ക് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കാൻ പറ്റോ ഇല്ലേ? ഇരുന്നിടം തുറന്ന് ശീലിച്ചിട്ടുള്ള ജമാഅത്തുകാർ LDF-നെ കാലുവാരുമോ? LDF-നെതിരെ വല്ലതും പറയുമോ? LDF-നെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? LDF-ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ഈ പരിപാടി തീരുമ്പോ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ ബോധ്യപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് സ്ഥാനമല്ല. ഇവിടെ ആദർശത്തെയാണ് എതിർക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങളെ, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ തട്ടിപ്പുകളെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സമുദായത്തിന് നേരെയുള്ള അക്രമങ്ങളെ, ചിന്താമരവിപ്പുകളെ മറ്റൊന്നും ചിന്തിക്കാൻ അനുവദിക്കൂല. ജമാഅത്ത് പറയുന്നത് അപ്പാടെ സ്വീകരിച്ചോണം അനുയായികള്. അതിനപ്പുറം ചോദ്യം ചെയ്യാൻ പാടില്ല, അതിനപ്പുറം ചിന്തിക്കാൻ പാടില്ല. അതിനപ്പുറം പറയുന്നവരൊക്കെ മന്ദബുദ്ധി, ഇവര് മാത്രം ലോകം തിരിഞ്ഞവര്. ഈ ചിന്താഗതി മാറ്റണം. അതിനുവേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ നിലക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാര് മൂല്യം നോക്കി വോട്ട് ചെയ്യാന്നുള്ള സമീപനമാണ് സ്വീകരിച്ചത്. അപ്പൊ നമ്മൾ ചോദിച്ചു, അല്ലടോ ഇത്രയും കാലം നിങ്ങൾ ഞങ്ങളെ ചീത്ത പറഞ്ഞല്ലോ. ഞങ്ങളെ എന്താ ചീത്ത പറഞ്ഞത്? ഞങ്ങൾ രാഷ്ട്രീയ ശിർക്കിന്റെ ആളുകളാണ് മുജാഹിദുകൾ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലാത്ത എല്ലാ മുസ്ലിങ്ങളും രാഷ്ട്രീയ ശിർക്കിന്റെ ആളുകൾ, അവർ വോട്ട് ചെയ്യുന്നു അല്ലേ? അപ്പോ എന്താണ് നിങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കാരണം? അപ്പോ അതിനൊരു വ്യാഖ്യാനം മാത്രമല്ല, ഈ തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി മൂല്യം നോക്കി വോട്ട് ചെയ്യുന്ന സമയത്തും ജമാഅത്തുകാർക്കല്ലാത്തവർക്കൊക്കെ ആക്ഷേപം. അതെന്താണ്? ജമാഅത്തുകാർക്കല്ലാത്തവർക്കൊക്കെ ആക്ഷേപം. എന്താ ആക്ഷേപം? നിങ്ങളുടെ കൂട്ടത്തിൽ എന്താണ്, നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഒരു നിലപാടെടുക്കാൻ ഇസ്ലാമികമായി സാധിച്ചിട്ടില്ല. നിങ്ങൾ ചില ആളുകൾ LDF-ലാണ്, വേറെ ചില ആളുകൾ UDF-ലാണ്, വേറെ ചില ആളുകൾ ലീഗിലാണ്. ഇങ്ങനെ പലരും പലതാണ്. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഒരു ഉദാഹരണവും പറയും. എന്ത്? ഒരു 10 മുജാഹിദിനെ വിളിക്കുക, എന്നിട്ട് UDF മാറിക്കാൻ പറയാം, അപ്പൊ കുറെ അങ്ങോട്ട് മാറും. LDF മാറിക്കാൻ പറയാം, അപ്പൊ കുറെ അങ്ങോട്ട് മാറും. ലീഗാരം മാറിക്കാൻ പറയാം, അപ്പൊ കുറെ അങ്ങോട്ട് മാറും. അങ്ങനെ അവസാനം നോക്കുമ്പോ പലതും പല കോണിലായിരിക്കും. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അങ്ങനൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി അങ്ങനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ രൂപത്തില് പല പ്രസ്ഥാനങ്ങളും, ഭൗതിക പ്രസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദീനിന്റെ കാര്യത്തിൽ ഒരു നേതൃത്വവും
എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ മറ്റൊരു നേതൃത്വവും സ്വീകരിച്ചവരാണ്. എന്നിട്ട് വലിയൊരു ചോദ്യം, എന്താ ജമാഅത്തുകാരന്റെ ചോദ്യം? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ സ്വഹാബികൾ, ആ സ്വഹാബികളിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകള് ദീനിന്റെ കാര്യത്തിൽ പള്ളിയിൽ വരുമ്പോൾ ഒരു നേതൃത്വവും, പള്ളിക്ക് പുറത്തിറങ്ങിയാൽ അബൂജഹലിന്റെ നേതൃത്വവും സ്വീകരിച്ചിരുന്നുവോ? പള്ളിയിൽ മുഹമ്മദ് നബിയുടെ നേതൃത്വവും പള്ളിക്ക് പുറത്ത് അബൂജഹലിന്റെ നേതൃത്വവും സ്വീകരിച്ചിരുന്നു. ആര്? പ്രവാചകന്റെ സഹാബത്ത്. നമ്മളോട് ചോദിക്കുക, കാര്യം എന്താ? നിങ്ങള് ദീനിന്റെ കാര്യത്തിൽ നിൽക്കുമ്പോ ഒരു നേതൃത്വം, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ വേറൊരു നേതൃത്വം, അങ്ങനെ കളിയാക്കി പരിഹസിച്ചുകൊണ്ട് ജമാഅത്തുകാരൻ ചോദ്യം ചോദിച്ചു. ഞാനിത് വെറുതെ പറയല്ല. ആ തരത്തിലൊരു ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായൊരു മെമ്പർ, അതിന്റെ ശൂറാ കമ്മിറ്റിയിൽ അംഗത്വമുള്ള വ്യക്തി, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യങ്ങൾ കൂടിയാലോചിക്കുന്ന ശൂറാ കമ്മിറ്റിയിൽ അംഗത്വമുള്ള ഒരു വ്യക്തി ജമാഅത്തിന്റെ സ്റ്റേജിൽ നിന്നുകൊണ്ട്, സദസ്സിൽ നിന്നുകൊണ്ട് മുജാഹിദുകളെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്ന ആ ചോദ്യം നിങ്ങൾ ഈ സ്ക്രീനിലൂടെ ഒന്ന് കാണുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടായിരുന്നില്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭരണാധികാരിയായിരുന്നില്ല. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ നിന്ന് നമസ്കരിക്കുന്ന അനുയായികൾ, അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരാൾ അബൂജഹലിന്റെ കൂടെ, ചില ആളുകൾ അബൂലഹബിന്റെ കൂടെ, വേറെ കുറെ ആളുകൾ ഉത്ബത്തിന്റെ കൂടെ, വേറെ ചില ആളുകൾ അബൂ താലിബിന്റെ കൂടെ, ഇങ്ങനെ പിരിഞ്ഞുപോയി അവർക്ക് വേണ്ടി വാദിക്കുകയും തർക്കിക്കുകയും നിലനിൽക്കുകയും ചെയ്തിരുന്നില്ല. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും അവർ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വമാണ് അംഗീകരിച്ചിരുന്നത്. എല്ലാ പ്രവാചകന്മാരുടെ അനുയായികളും അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അംഗീകരിച്ചിരുന്ന നേതൃത്വം പ്രവാചകന്റെ നേതൃത്വമായിരുന്നു. ഒരു ഇസ്ലാമിക സമൂഹം അംഗീകരിക്കേണ്ടത് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വമാണ്. ആരാധനാപരമായ ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിലീയമായ നേതൃത്വത്തെ, മുശ്രിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല. അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അചിന്യമാണ്. സഹോദരങ്ങളെ, ചോദ്യം നിങ്ങൾ തന്നെ കേട്ടല്ലോ. നേർക്കുനേരെ ചോദിക്കണമെന്ന്, പ്രവാചകന്റെ സഹാബത്ത് പ്രവാചകന്റെ പള്ളിയിലെത്തിയാൽ ഒരു നേതൃത്വവും, പള്ളിക്ക് പുറത്തിറങ്ങിയാൽ അബൂജഹലിന്റെ നേതൃത്വവും സ്വീകരിച്ചിരുന്നോ? ഇതെന്തിനാ മുജാഹിദുകളോടും അല്ലെങ്കിൽ ജമാഅത്തുകാരല്ലാത്തവരോടൊക്കെ ചോദിച്ചത്? എന്തിനാ ചോദിച്ചത്? ചോദിച്ച മറ്റൊന്നിനല്ല. കാരണം എന്താ? നിങ്ങൾ പള്ളിയിൽ ഒരു ഇമാമ്, പുറത്തിറങ്ങിയാൽ ഒരു രാഷ്ട്രീയ നേതാവ്, അങ്ങനെ രണ്ട് നിലക്കല്ലേ, രണ്ട് നേതൃത്വല്ലേ നിങ്ങൾക്കുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ചോദ്യം ചോദിച്ച ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ആത്മാർത്ഥതയോടെയാണോ ഈ ചോദ്യം ചോദിച്ചത്? ആ ചോദ്യത്തിന്റെ സത്യസന്ധത നിർത്താൻ ജമാഅത്തുകാർക്ക് സാധിച്ചോ? ഇല്ല. കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമി കുറെ കാലം ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ മുന്നോട്ട് പോയി. അവസാനം അത് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോ അതിനൊരു യുവജന വിഭാഗം ഉണ്ടാക്കിയിട്ട് അതിന് സോളിഡാരിറ്റി എന്ന് പേര് കൊടുത്തു. സോളിഡാരിറ്റി എന്ന് പേര് കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് ഈ ദീൻ എന്ന് മറ്റുള്ളവര് പറയുന്നതൊന്നും ദീനല്ല. അവർക്ക് ദീനായി ആത്യന്തികമായി കണ്ടത് കൊക്കക്കോളയാണ്, സൂപ്പർ ഹൈവേയാണ്, കരിമണൽ ഖനനമാണ്. ഈ അടിസ്ഥാനപരമായ ദുനിയാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അതാണ് ആത്യന്തികമായി അടിസ്ഥാനപരമായി ദീൻ എന്ന് പറയുകയും അതിലേക്ക് തെളിവുകൾ ഉദ്ധരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി. ഈ സോളിഡാരിറ്റി രംഗത്ത് വന്നപ്പോ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും കൂട്ടുപിടിച്ചു. എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും. ഇവിടെ ഷെയ്ഖ് സാഹിബ് എണ്ണി പറഞ്ഞ മതവിരുദ്ധരുടെ കൂട്ടത്തിൽ, ദൈവനിഷേധികളുടെ കൂട്ടത്തിൽ, ദൈവനിഷേധികളായ മതവിരുദ്ധരായ മുഴുവൻ ആളുകളുടെയും സോളിഡാരിറ്റിക്ക് വേണ്ടി സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ അവരെ ക്ഷണിക്കുകയും അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പുളകമണിയുകയും ചെയ്തു. ഞാൻ വെറുതെ പറയല്ല, ആ രംഗം നിങ്ങളൊന്ന് കാണുക. ഞാനിവിടെ നിൽക്കുന്നത് ഈ ഉശരൻ കുട്ടികളുടെ സംഘടനയായ ഈ സോളിഡാരിറ്റിക്ക് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സോളിഡാരിറ്റി പ്രഖ്യാപിക്കാനാണ്. സോളിഡാരിറ്റി അവരുടെ ഏത് പ്രവർത്തനത്തിന് ഏത് നരകത്തിൽ ചെല്ലണം എന്ന് പറഞ്ഞാലും ഞാൻ പോകും എന്നിവിടെ ഞാൻ പ്രഖ്യാപിക്കാം. സാധാരണയായി വിപ്ലവ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് യുവജന സംഘടനകളൊക്കെ അവരുടെ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിന് മുന്നോടിയായി രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നും പതാക കൊണ്ടുവരാറുണ്ട്. രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പോയി ആദരാഞ്ജലി അർപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ സോളിഡാരിറ്റിയുടെ സുഹൃത്തുക്കൾ അവരുടെ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ ആരാധ്യനായിട്ടുള്ള പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും
കൂടി പ്ലാച്ചിമട സമരപന്തലിൽ സന്ദർശിച്ചിട്ടാണ് എന്നുള്ളത് എന്നെ വികാരാധീനനാക്കുകയാണ്. സോളിഡാരിറ്റി ഏത് ദിശയിലേക്കാണ് പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അത് തരുന്നത് എന്നുള്ളതാണ് അത് രാഷ്ട്രീയ പ്രാധാന്യം. നാം മനസ്സിലാക്കുന്നു ലോകത്തെങ്ങുമുള്ള പോരാളികളുടെ പിന്തുണ നമ്മോടൊപ്പമുണ്ടെന്ന്. നാം തിരിച്ചറിയുന്നു നമ്മുടെ പിന്തുണ ലോകത്തെങ്ങുമുള്ള പോരാട്ടങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. എല്ലാം ഒരു ഊർജം ആർജിച്ചെടുത്തിരിക്കുകയാണ്. ഈ ഊർജമാണ് ഇനി മുതൽ കേരളത്തെ നയിക്കുക എന്ന് ഞാൻ അവകാശപ്പെടുന്നു. രാഷ്ട്രീയാതീതമായ ഒരു രാഷ്ട്രീയത്തിന്റെ മണിമുഴക്കം കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു. ചോദിച്ച ചോദ്യം എവിടെ? നേരത്തെ ചോദിച്ച ചോദ്യം എവിടെ? ജമാഅത്തുകാരല്ലാത്തവരുടെ മേൽ എല്ലാവരുടെ പേരും ജമാഅത്ത് പറഞ്ഞ ആരോപണം എന്താ? അവര് മറ്റു മേഖലകളില് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ദുനിയാവിന്റെ മേഖലകൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭൗതികമായ ചില കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് രണ്ട് നേതൃത്വമാണ് ഇവർക്കുള്ളത് എന്നാ പറയുന്നത്. എന്നിട്ട് പറയാണ് ഈ പോരാളികളൊക്കെ നമുക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുന്നു, എല്ലാം ഒരേ ഊർജത്തിൽ നിന്നാണ്. അവസാനം അമീർ പറഞ്ഞെന്താ? രാഷ്ട്രീയാതീതമായൊരു രാഷ്ട്രീയത്തിന്റെ മണിമുഴക്കം കേരളത്തിൽ മുഴങ്ങാൻ തുടങ്ങി. ഇത് കുറെ കാലം മുമ്പ് പറഞ്ഞതാ. അന്ന് ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പരസ്യമായി പറഞ്ഞു തുടങ്ങിയിരുന്നില്ല. രാഷ്ട്രീയമായി ഞങ്ങളിതാ പരസ്യമായി രംഗത്തിറങ്ങി എന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നില്ല. അപ്പൊ ഞാൻ മുമ്പ് അത് കാണിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു, ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയാതീതമായൊരു രാഷ്ട്രീയത്തിലേക്കല്ല ഇറങ്ങിയിട്ടുള്ളത്, നേരെ മറിച്ച് കള്ള രാഷ്ട്രീയത്തിലേക്കാണ്, കപട രാഷ്ട്രീയത്തിലേക്കാണ്, കരിഞ്ചന്ത രാഷ്ട്രീയത്തിലേക്കാണ് എന്ന് അന്ന് ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ആ പരിപാടി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോ, അടുത്ത ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഇതാ നമ്മൾ കേട്ടു ജമാഅത്തെ ഇസ്ലാമി സാക്രിയ രാഷ്ട്രീയത്തിലേക്ക്. ജമാഅത്തെ ഇസ്ലാമി സാക്രിയ രാഷ്ട്രീയത്തിലേക്ക്. എങ്ങനെ സാക്രിയ രാഷ്ട്രീയത്തിലേക്ക് വന്നെന്നറിയോ ജമാഅത്ത് ഇസ്ലാമി? അതും രസകരമായ ഒരു സംഭവം. അത്രയും കാലം ജമാഅത്തുകാർ ഇലക്ഷനിൽ പങ്കെടുക്കുക എന്നത് മതവിരുദ്ധമായൊരു പ്രവർത്തനമായിട്ടാണ് അവർ കണ്ടിരുന്നത് എങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് പിടിക്കാൻ തുടങ്ങി. എങ്ങനെ പിടിച്ചെന്നറിയോ? ജമാഅത്തിന്റെ പ്രവർത്തകരായി പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവര് ഒരാള് ഒരു സുപ്രഭാതത്തില് നമ്മളോടൊക്കെ വന്നിട്ട് പറയാണ്, ഞാനിതാ ജമാഅത്ത് ഇസ്ലാമി വിട്ടിരിക്കുന്നു, ഞാൻ ജമാഅത്ത് ഇസ്ലാമിയിൽ പറഞ്ഞല്ല, ഞാൻ രാജിവെച്ചു. നമ്മൾ ചോദിച്ചിട്ടല്ല ഇങ്ങോട്ട് പറയാ. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ഞാൻ ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് മാറി എന്ന് പറഞ്ഞെടുത്ത് കുറച്ച് കഴിയുമ്പോ നോക്കുമ്പോ ഇലക്ഷന്റെ പോസ്റ്ററിൽ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തില് ഇങ്ങേറെ ഫോട്ടോയും, സ്വതന്ത്ര സ്ഥാനാർത്ഥി. നമ്മൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് ഞാൻ ജമാഅത്ത് ഇസ്ലാമി വിട്ടു എന്ന് പറഞ്ഞ ആള് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ കുറെ ആളുകൾ കേരളത്തിന്റെ മുഖ്യമൂലകൾ നിന്ന കൂട്ടത്തിൽ 2 എണ്ണം ജയിച്ചു. എങ്ങനെ ജയിച്ചു പോകുന്നത്? ഇവർ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്കൊന്നല്ല, ഇവര് സ്വന്തം സ്ഥാനാർത്ഥി. ജമാഅത്ത് ഇസ്ലാമി വിട്ടിട്ട് ഞാൻ പറയണ ഞാൻ സ്ഥാനാർത്ഥിയാകുക എന്ന് പറഞ്ഞിട്ട് നിന്ന ആ കോലത്തിൽ ഇന്ന് 2 എണ്ണം ജയിച്ചു. ജയിച്ചു കഴിഞ്ഞപ്പോ ജമാഅത്തുകാരൻ പറയാ ഞങ്ങൾ നിർത്തിയതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതാ രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് വാർത്ത വന്നത് തന്നെ ജമാഅത്തെ ഇസ്ലാമി സാക്രിയ രാഷ്ട്രീയത്തിലേക്ക്. ഞാൻ പറഞ്ഞൊരു അക്ഷരപേശകാണത്. സാക്രിയ രാഷ്ട്രീയമല്ല, നേരെ മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വിക്രിയ രാഷ്ട്രീയം. അല്ലേ? വേറെ ആരും ആ തരത്തിൽ രാഷ്ട്രീയം കളിച്ചിട്ടില്ല, ഇത്തരത്തിൽ വിക്രിയം കാണിച്ചിട്ടില്ല. ഈ നിലക്ക് വിക്രിയ രാഷ്ട്രീയത്തിലേക്കാണ് പിന്നീട് ജമാഅത്തെ ഇസ്ലാമി ഇറങ്ങിയത്. എന്നിട്ടും ജമാഅത്തുകാർ നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് പരിഹസിക്കുക, നിങ്ങൾ രാഷ്ട്രീയ ശിർക്കിന്റെ ആൾക്കാരാണ്, നിങ്ങൾ രാഷ്ട്രീയ ശിർക്കിന്റെ ആളുകളാണ്. നേരത്തെ അമീർ ചോദിച്ചില്ലേ, ഒന്നുകൂടി നിങ്ങളതൊന്ന് കേട്ടു നോക്കുക. അമീർ കുറച്ചുകൂടി വിശാലമായി വിശദീകരിച്ചുകൊണ്ടത് പറയുകയാണ്, ഒന്ന് കേൾക്കുക. ആരാധനാപരമായ ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിലീയമായ നേതൃത്വത്തെ മുശ്രിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അചിന്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ
വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകനിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. അതേസമയം മുസ്ലിം സംഘടനകൾ നിർഭാഗ്യവശാൽ ആരാധനാ രംഗത്ത് മതനേതൃത്വവും ജീവിതത്തിന്റെ സുപ്രധാനമായ മേഖലകളിൽ മതേതരമായ ഭൗതിക നേതൃത്വത്തെയുമാണ് അംഗീകരിക്കുന്നത്. ഇസ്ലാമിന് അചിന്യമായ അന്യമായ ഈ സമീപനത്തിന് ഭിന്നമായി ജീവിതത്തിന്റെ മുഴു മേഖലയിലും ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നും പ്രശ്നങ്ങളെ ഇസ്ലാമിക സമൂഹം പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഞ്ചാമത്തെ സവിശേഷതയാ പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ള കാര്യങ്ങളിൽ ഇപ്പോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാല് ആ പ്രശ്നം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കാൻ സോണിയ സമ്മതിക്കോ, ഇന്ദിരാഗാന്ധി സമ്മതിക്കോ, കരുണാകരൻ സമ്മതിക്കോ, ആന്റണി സമ്മതിക്കോ എന്നൊക്കെയാ മൂപ്പറുടെ ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ വളരെ വ്യക്തമായി അദ്ദേഹം പറയാ. ഇത് ഞാൻ മുമ്പൊരിടത്ത് പറഞ്ഞപ്പോ ജമാഅത്തുകാർ മറുപടിയോട് മറുപടി. ജമാഅത്തുകാർ സാധാരണ പറയാറുണ്ട് ഞങ്ങൾ ആരെയും വിമർശിക്കാറില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ഒന്ന് വിമർശിച്ചു നോക്കണം. ജമാഅത്തെ ഇസ്ലാമി ഒന്ന് വിമർശിച്ചു നോക്കണം. നാട് നീളെ കേരളത്തിന്റെ മുഖ്യമൂലകളിൽ ജമാഅത്തുകാർ മറുപടി പറഞ്ഞിട്ടും തീരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവനിഷേധികൾ, ദൈവമില്ലെന്ന് പറയുന്നവൻ, അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാക്കന്മാർ സോളിഡാരിറ്റിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ആ രംഗത്തിന് മറുപടി പറയാണ് സോളിഡാരിറ്റിക്കാർ. എന്താ മറുപടി എന്നറിയോ? അവരൊന്നും ഞങ്ങളുടെ നേതാക്കന്മാരല്ല, നേരെ ഞങ്ങളുടെ അനുയായികളാണ്. അവരൊന്നും ഞങ്ങൾ നേതാക്കളാക്കിയിട്ടില്ല, ഞങ്ങളുടെ അനുയായികളാണ്. ആര്? ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആൾക്കാരും അതുപോലെ മറ്റുള്ള ആൾക്കാരും ഒക്കെ ഞങ്ങളുടെ അനുയായികളാണെന്ന്. ഇത് നിങ്ങളല്ലല്ലോ പറയണ്ട, അവരല്ലേ. നിങ്ങൾക്ക് അവരെ കൊണ്ട് പറയിക്കാമോ നിങ്ങളുടെ സോളിഡാരിറ്റിയുടെ അനുയായികളാണ്, പിന്നെ നിൽക്കുന്ന ആൾക്കാരാണ് അവര് എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് ഇല്ല. മാത്രല്ല, ഈ ആളുകൾ തന്നെ, സോളിഡാരിറ്റിക്കാർ തന്നെ ഗ്രോവാസുവിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഗ്രോവാസു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു. സോളിഡാരിറ്റിക്കാര് അത് ഏറ്റുചൊല്ലുന്നു. ഫോട്ടോ വന്നത് എവിടെ? മാധ്യമത്തിന്. നിഷേധിക്കാൻ പറ്റുമോ?